ഇന്നത്തെ നമ്മുടെ വീഡിയോ IVF പ്രോട്ടോക്കോളിനെ പറ്റിയാണ്. നിങ്ങൾ IVF ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ കാണുക. കാരണം ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് IVFനെ പറ്റി മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. നോർമലി 3 തരത്തിലുള്ള IVF പ്രോട്ടോക്കോളാണ് സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തേത് നാച്ചുറൽ സൈക്കിൾ IVF അല്ലെങ്കിൽ മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ IVF. രണ്ടാമത്തത് സോഫ്റ്റ് സ്റ്റിമുലേഷൻ IVF അല്ലെങ്കിൽ മൈൽഡ് IVF അല്ലെങ്കിൽ മൈൽഡ് സ്റ്റിമുലേഷൻ IVF അല്ലെങ്കിൽ മിനി IVF എന്നൊക്കെ പറയും. മൂന്നാമത്തത് കൺവെൻഷണൽ IVF. അപ്പോൾ ഈ എല്ലാ IVF പ്രോട്ടോക്കോൾസും എന്താണെന്നും ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും ആർക്കൊക്കെയാണ് ചെയ്യുന്നതെന്നും ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമുക്ക് കൺവെൻഷണൽ IVF എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. IVF എന്താണെന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്നാലും IVF എന്താണെന്ന് ഇപ്പോഴും നമുക്ക് ഡൗട്ട് വരാറുണ്ട്. IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇതിൽ ബോഡിയുടെ നാച്ചുറൽ പ്രോസസ്സിനെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ വർക്ക് നമ്മൾ IVF ലാബിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് എഗ്സ് എടുത്ത് സ്പേമുമായി ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോസ് ഫോം ആക്കും. എന്നിട്ട് ആ ഫോമായ എംബ്രിയോസിനെ ലാബിൽ തന്നെ 3 to 5 days ഗ്രോ ആക്കും. അപ്പോൾ ഓഫ് കോഴ്സ് ബാഡ് എംബ്രിയോസ് ഗ്രോ ആകാതെ നശിച്ചു പോകും. നല്ല എംബ്രിയോസ് ഗ്രോ ആകും. എന്നിട്ട് ആ എംബ്രിയോസിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. IVF സൈക്കിളിൽ എഗ് സ്റ്റിമുലേഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. എല്ലാ സ്ത്രീകൾക്കും നാച്ചുറലി എഗ് ഉണ്ടാവാറുണ്ട്. പക്ഷേ IVFൽ അത് മാത്രം പോരാ. IVFൽ ഒരുപാട് എഗ്ഗ് വേണം. അതിൽ നിന്ന് ഫോളിക്കിളിനെ റിട്രീവ് ചെയ്ത് പിന്നീട് എഗ്ഗ് എടുത്ത് അതിൽ നിന്ന് മെച്യൂർ എഗ്ഗിനെ മാറ്റി ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 5 days കഴിഞ്ഞ് എത്ര എംബ്രിയോസ് ഫെർട്ടിലൈസ് ചെയ്തെന്നും എത്ര എംബ്രിയോസ് ഫർദർ മൾട്ടിപ്ലൈ ചെയ്തെന്നും എത്ര എംബ്രിയോസ് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ എത്തി എന്നും അതിൽ നിന്ന് എത്ര എണ്ണം ക്രോമോസോമലി നോർമൽ ആണെന്നും നോക്കണം. നമ്മൾ 15 എഗ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്താലും ലാസ്റ്റ് 5 തൊട്ട് 8 എംബ്രിയോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനെയാണ് കൺവെൻഷണൽ IVF എന്ന് പറയുന്നത്. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്ത് മാക്സിമം എഗ്ഗ് എടുത്ത് എംബ്രിയോ സെലക്ഷൻ ചെയ്യും. ലാസ്റ്റ് ആയിട്ട് 5 തൊട്ട് 6 എംബ്രിയോസ് ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. നമുക്ക് പിന്നീട് ഫ്രീസ് ചെയ്ത് നെക്സ്റ്റ് IVF സൈക്കിളിൽ ആ എംബ്രിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. IVF പെയിൻഫുൾ ആണോ എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. IVF ഒരു ഗ്യാരണ്ടി ട്രീറ്റ്മെൻ്റ് അല്ല. രണ്ടാമത്തെ കാര്യം ഇതിൽ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ്. ഒരു തവണ IVFൽ ഇഞ്ചെക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 12 തൊട്ട് 14 ദിവസം എടുത്താൽ മിനിമം ഒരു ഇഞ്ചെക്ഷൻ ഒരു ഡേ ആദ്യത്തെ ആഴ്ചയിലും 2 ഇഞ്ചെക്ഷൻസ് ഒരു ഡേ രണ്ടാമത്തെ ആഴ്ചയിലും ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ എഗ്സ് കിട്ടും. അത് ഗുഡ് ക്വാളിറ്റി മൾട്ടിപ്പിൾ എംബ്രിയോസ് ആയാൽ അതിനെ ഫ്രീസ് ചെയ്യുക. അപ്പോൾ IVF ജേർണിയുടെ ഡിഫിക്കൽട്ട് പാർട്ട് ഫസ്റ്റ് സൈക്കിളിൽ കംപ്ലീറ്റ് ആകും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് സൈക്കിൾ ഫെയിൽ ആയാലും നെക്സ്റ്റ് മെഡിക്കേഷൻസ് എടുത്ത് സിമ്പിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ മതി. എംബ്രിയോ ട്രാൻസ്ഫർ ഒരു ചെറിയ പ്രൊസീജിയറാണ്. അനസ്തേഷ്യ ഇല്ലാതെ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 60% തൊട്ട് 70%. രണ്ടാമത്തെ IVF പ്രോട്ടോക്കോൾ ആണ് സോഫ്റ്റ് സ്റ്റിമുലേഷൻ IVF. ഇതിനെ നമ്മൾ മൈൽഡ് IVF, മൈൽഡ് സ്റ്റിമുലേഷൻ IVF, മിനി IVF എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരുപാട് എഗ്സ് ഉണ്ടാക്കുന്നതിലല്ല, പക്ഷേ കുറച്ച് നമ്പറിൽ എഗ്സ് ഉണ്ടാക്കുന്നതിലാണ്. ഇതിൽ ഇഞ്ചെക്ഷൻ ഡോസ് വളരെ വളരെ കുറവാണ്. ഇസ്ട്രാഡിയോൾ ലെവൽ ലോവർ ആയിരിക്കും. അപ്പോൾ ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രഷ് ട്രാൻസ്ഫർ തന്നെ വേണമെന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചില കൺട്രീസിൽ
മിഡിൽ ഈസ്റ്റ് പോലത്തെ എംബ്രിയോ ഫ്രീസിങ് ലോയിൻ്റെ അണ്ടർ ചെയ്യില്ല. അപ്പോൾ അവർക്ക് എക്സ്ട്രാ എംബ്രിയോസ് കിട്ടിയാലും വേസ്റ്റ് ആകും. അവർക്ക് മൈൽഡ് സ്റ്റിമുലേഷൻ IVF യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് പുവർ റെസ്പോൺസ്, അതായത് ലോ ഒവേരിയൻ റിസർവ് ഉള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അവർക്ക് AMH വാല്യൂ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഹൈ ഡോസ് ഗൊണാഡോട്രോപ്പിൻ യൂസ് ചെയ്താലും 4 eggs ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ എങ്കിൽ അവർക്ക് മൈൽഡ് സ്റ്റിമുലേഷൻ IVF ചെയ്യാവുന്നതാണ്. ഇത് നേരത്തെ ഒരു പ്രാവശ്യം കൺവെൻഷണൽ IVF ചെയ്തിട്ട് എഗ് കുറച്ച് ഫോം ആയിട്ടുള്ളൂ എങ്കിൽ നെക്സ്റ്റ് ഒരു IVF അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റിമുലേഷൻ IVF യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഗൊണാഡോട്രോപ്പിൻ ലോവർ ഡോസിൽ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ലെട്രോസോൾ, ക്ലോമിഫീൻ സിട്രേറ്റ് പോലത്തെ മെഡിക്കേഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇസ്ട്രാഡിയോൾ ലെവൽ ലോ ആണ്. സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. നോസിയ, അബ്ഡോമിനൽ പെയിൻ ഒക്കെ കുറവായിരിക്കും. പിന്നെ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുന്നത് കുറവായതുകൊണ്ട് തന്നെ കോസ്റ്റും കുറച്ച് കുറവായിരിക്കും. ഒരുപാട് പേര് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് IVF ചെയ്യാതിരിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മൈൽഡ് സ്റ്റിമുലേഷൻ IVF. ഇതിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ വിസിറ്റും കുറവായിരിക്കും. പിന്നെ കൺവെൻഷണൽ IVFൽ മൾട്ടിപ്പിൾ ഡോസ് എടുത്ത് ഉണ്ടാവുന്ന പോലത്തെ ഹോർമോണൽ ഇംബാലൻസ് OHSS, ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം, മൈൽഡ് സ്റ്റിമുലേഷൻ IVFൽ ഉണ്ടാവില്ല. മൂന്നാമത്തെ IVF പ്രോട്ടോകോൾ ടൈപ്പ് ആണ് മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ. ഇതിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറലി എഗ് ഉണ്ടാക്കി അത് വെച്ച് IVF ചെയ്യുന്നതാണ്. ഇതും ഒരുപാട് പുവർ റെസ്പോൺസ് ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നാച്ചുറൽ സൈക്കിളിൽ ആദ്യത്തെ 5 to 6 days ഫോളോ അപ്പ് ചെയ്ത് എഗ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പിന്നീട് ആ എഗ് ഡെവലപ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇഞ്ചെക്ഷൻസ് കൊടുത്ത് ലാസ്റ്റായിട്ട് ആൻറ്റഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ യൂസ് ചെയ്ത് എഗ് റപ്ചറിനെ തടയും. അതാണ് മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ. നേരത്തെ കൺവെൻഷണൽ IVF യൂസ് ചെയ്തിട്ടും ഒരുപാട് കുറവ് എഗ് കിട്ടിയവർക്കും ലോ ഒവേരിയൻ റിസർവ് ഉള്ളവർക്കും മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ IVF ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള IVF പ്രോട്ടോകോൾസ്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഈ പ്രോട്ടോകോൾസ് എല്ലാം ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ അൾട്രാസൗണ്ട്, സ്കാൻ റിപ്പോർട്ട്, നിങ്ങളുടെ ഹോർമോൺ റിപ്പോർട്ട് എല്ലാം നോക്കി നിങ്ങളെ ഇൻഡിവിജ്വലൈസ് ചെയ്താണ് നിങ്ങൾക്ക് ഏത് പ്രോട്ടോകോളാണ് ബെസ്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ മറ്റൊരാൾക്ക് ബെസ്റ്റ് ആയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എല്ലാ പ്രോട്ടോകോൾസിനെ പറ്റിയും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഈ എല്ലാ കാര്യത്തിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി എഗ്സ് കിട്ടുക, അതുവഴി നല്ല എംബ്രിയോസ് കിട്ടുക, പ്രഗ്നൻസി റേറ്റ് ഹൈ ആക്കുക, നല്ല ഹെൽത്തി ബേബിയെ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും IVF പ്രോട്ടോകോൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ മറ്റേതെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്.